$15,000 വരെ ഒരു വർഷം നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. റൈറ്റ് ടൈമാണ് ഇപ്പോൾ ഒരു പ്രോപ്പർട്ടി മേടിക്കുന്നത്. ഇൻകം ഗ്യാപ്പ് ഉണ്ട്, അതിന് $250,000 750 താഴെയുള്ള കൺസെഷൻ ആയിരിക്കും. ഓസ്ട്രേലിയ വന്ന ശേഷം സേവ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നമുക്ക് നാട്ടിൽ നിന്ന് നമ്മുടെ പൈസ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇതിനകം നമുക്ക് എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ട കോൺട്രാക്റ്റിന് പിന്മാറാം. എപ്പോഴാണ് നമ്മളൊരു സോളിസിറ്ററെ അതിനകത്ത് ഇൻവോൾവ് ചെയ്യിപ്പിക്കേണ്ടത്? അതെ, ഓവർ പ്രൈസ്ഡ് അല്ലാതെ മേടിക്കാനായിട്ട് നമ്മൾ അസിസ്റ്റ് ചെയ്യാറുണ്ട് ക്ലയൻസിനെ. ഓവർ എ പീരീഡ് നമ്മൾ 25,000 ജെന്യുവൻലി സേവ് ചെയ്ത്. ഈ ജെന്യുവൻ സേവിങ്സ് ഇല്ലാതെ നമുക്ക് ലോൺ കിട്ടാനായിട്ട് സാധ്യതയുണ്ടോ? ക്രെഡിറ്റ് ഹിസ്റ്ററി വേണം. നമസ്കാരം. ഓസ്ട്രേലിയ ഗവൺമെൻറ് പുതിയ ബഡ്ജറ്റ് 2026 ബഡ്ജറ്റ് വന്നിരിക്കുന്നു. ഫസ്റ്റ് ഹോം ബയേഴ്സിന് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ്. അവർ എങ്ങനെ ഒരു വീട് മേടിച്ച് നല്ലൊരു ജീവിതം ഓസ്ട്രേലിയ ഉണ്ടാകാൻ വേണ്ടിയാണ് ഇപ്പോഴത്തെ ഈ പുതിയ ബഡ്ജറ്റ് വന്നിരിക്കുന്നത്. അതിനകത്ത് ഒരുപാട് ബെനഫിറ്റുകൾ നമ്മൾ ഫസ്റ്റ് ഹോം ബയേഴ്സിനുണ്ട്. ഒരുപാട് പൈസ ഗ്രാൻഡായിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവർക്ക് നെഗറ്റീവ് ഗിയറിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭാവിയിൽ അത് ചെയ്യാനുള്ള അവസരമുണ്ട്. ഈവൻ വിത്തൗട്ട് ഒരു ജെന്യുവൻ സേവിങ്സ് ഇല്ലാതെ പോലും അവർക്ക് പല ബാങ്കുകളും ലോൺ കൊടുക്കുന്നുണ്ട്. ഇന്ന് നമ്മുടെ ഇവിടെ ഉള്ളത് മോർഗേജ് ബ്രോക്കറിങ് ചെയ്യുന്ന ടിജോയാണ്. അദ്ദേഹം ഒരുപാട് നാളായിട്ട് ഇതിൽ മോർഗേജ് ബ്രോക്കറിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരുപാട് ആൾക്കാർക്ക് പുതിയ വീടുകൾ മേടിക്കാനായിട്ട് സഹായിക്കുന്ന ആളാണ്. ഈ 2026 ബഡ്ജറ്റിന് ശേഷം ഫസ്റ്റ് ഹോം ബയേഴ്സ് എങ്ങനെയാണ് 2026 വീട് മേടിക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊരു ഗൈഡാണിത്. തീർച്ചയായിട്ടും എല്ലാവരും കാണണം. ടിജോ, നമസ്കാരം. നമസ്കാരം. എന്നാണ് വിശേഷമൊക്കെ? 2026 പുതിയ ബഡ്ജറ്റ് തീർച്ചയായിട്ടും ഫസ്റ്റ് ഹോം ബയേഴ്സിന് വളരെ ഉപകാരപ്രദമായിട്ടാണ് ഗവൺമെൻറ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ ഓസ്ട്രേലിയക്ക് വന്ന ഒരുപാട് ആൾക്കാരുണ്ട്, പിന്നെ ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട്, പ്രത്യേകിച്ച് മലയാളികൾ. അവരെ സംബന്ധിച്ചോളം എങ്ങനെയാണ് ഈ വീട് ഇപ്പോൾ ഫസ്റ്റ് മേടിക്കാനായിട്ട് നമ്മൾ തുടങ്ങേണ്ടത്? ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടി ഫസ്റ്റ് ഹോം ബയേഴ്സിന് പ്രോപ്പർട്ടി അഫോർഡ് ചെയ്യാൻ മേലാത്ത ഒരു സ്റ്റേജിലേക്ക് വരിക എന്നുള്ള അതിൻ്റെ ഒരു ബേസിലാണ് ഇപ്പം നെഗറ്റീവ് ഗിയറിങ് എസ്റ്റാബ്ലിഷ്ഡ് പ്രോപ്പർട്ടീസിൻ്റെ അടുത്ത് മാറ്റി. അപ്പോൾ അത് ഫസ്റ്റ് ഹോം ബയേഴ്സിന് പ്രോപ്പർട്ടി മാക്സിമം അവൈലബിൾ ആക്കുക എന്നുള്ളതാണ് ഈ മാർക്കറ്റിൽ. അതാണ് ഗവൺമെൻറ് അതിൽ കൂടെ എയിം ചെയ്യുന്നത്. അവർ സപ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ഈ ഇതിനകത്ത് കൊണ്ടുവന്നേക്കുന്ന പല കാര്യങ്ങളും. എങ്ങനെയാണ് ഒരു വീട് മേടിക്കേണ്ടത്, അതിന് നമുക്ക് ക്രെഡിറ്റ് ഹിസ്റ്ററി വേണം, അങ്ങനെയുള്ള കാര്യങ്ങളും മറ്റും എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്? ഞങ്ങൾക്ക് വന്ന സമയത്ത് പലപ്പോഴും ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ഉണ്ടോ? ക്രെഡിറ്റ് ഹിസ്റ്ററി ഒന്നുമില്ല, ബുദ്ധിമുട്ടാണ് ലോൺ കിട്ടാൻ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ക്രെഡിറ്റ് കാർഡ് ഇല്ലാതെ തന്നെ നമുക്ക് ക്രെഡിറ്റ് ഹിസ്റ്ററി ഉണ്ടാവാം. അതെ, ക്രെഡിറ്റ് കാർഡ് അത് നേരത്തെ നമ്മളോട് ആണെങ്കിലും പലരും ചോദിക്കാറുണ്ട്, ഞാൻ എത്ര ക്രെഡിറ്റ് കാർഡ് എടുക്കണം? ഈ നമുക്ക് മോർഗേജ് അപ്ലൈ ചെയ്യുന്ന സമയമാകുമ്പോഴത്തേക്കും ക്രെഡിറ്റ് സ്കോർ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് ക്രെഡിറ്റ് കാർഡ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ശരിക്കും നമുക്കിപ്പോൾ ഒരു ഫസ്റ്റ് ഹോം ബയർക്ക് വീട് മേടിക്കണമെങ്കിൽ ഇപ്പോൾ 1-2 മാസവും അല്ലെ 1 മാസം കഴിഞ്ഞിട്ട് വേണമെങ്കിലും അപ്ലൈ ചെയ്താൽ ബ്രാൻഡ് പുതിയൊരു ക്രെഡിറ്റ് ഫയൽ അവർക്ക് ബാങ്ക് തന്നെ ജനറേറ്റ് ചെയ്ത് ആ ക്രെഡിറ്റ് യൂഷ്വലി ഇത് ചെയ്യുന്ന ഒരു ബോഡിയാണ് നമ്മുടെ. ഇപ്പം പല ഇക്വിഫാക്സ് അങ്ങനെ പല 3-4 പ്രൊവൈഡേഴ്സ് ഉണ്ട്. അപ്പം ഒരു ക്രെഡിറ്റ് ഫയൽ ഓപ്പൺ ചെയ്തിട്ട് അതിനുവേണ്ടി നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണം. നമ്മുടെ ആസ് ലോങ് ആസ് നമ്മുടെ റീപേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പോയാൽ തന്നെ അത് നമുക്ക് അതിന് വേണ്ട ഒരു ഇതായിക്കോളും, വേറെ ഡിഫോൾട്ട് ഒന്നും ഇല്ലെങ്കിൽ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓസ്ട്രേലിയക്ക് പുതിയതായിട്ട് വന്നതാണ്, പക്ഷേ നമുക്കൊരു ഡിപ്പോസിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ അത്ര എളുപ്പമില്ല. ഗവൺമെൻറ് ഒരുപാട് പോളിസികളും കാര്യങ്ങളും മറ്റുമൊക്കെ നമ്മുടെ ഫസ്റ്റ് ഹോം ബയേഴ്സിനായിട്ട് തരുന്നുണ്ട്. പക്ഷേ അത് നമുക്ക് ഉപയോഗപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു മിനിമം സേവിങ്സ് നമുക്ക് ആവശ്യമാണ്. ഈ സേവിങ്സ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും? ഈ ജെന്യുവൻ സേവിങ്സ് ഇല്ലാതെ നമുക്ക് ലോൺ കിട്ടാനായിട്ട് സാധ്യതയുണ്ട്? തീർച്ചയായിട്ടും അത് പല ഓപ്ഷൻസ് ഉണ്ട്. 95% നമ്മൾ ബോറോ ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് 5% ജെന്യുവൻ സേവിങ്സ് ബാങ്ക് വേണമെന്ന് പറയുന്നത്. ഇപ്പം വളരെ കോമൺ ആയിട്ടുള്ളതാണ് ഫസ്റ്റ് ടേം ഗ്യാരണ്ടി സ്കീം. അതിൻ്റെ ഒരു കണ്ടീഷനാണ് 5% ജെന്യുവൻ സേവിങ്സ്. 5% ജെന്യുവൻ സേവിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബാങ്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു 3 months സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓവർ എ പീരീഡ് നമ്മൾ ഈ 5% ഈ പ്രോപ്പർട്ടീസ് ഒരു $500,000 പ്രോപ്പർട്ടിയാണ് $25,000 ഈ പീരീഡും കൊണ്ട് നമ്മൾ ഈ ഓവർ എ പീരീഡ് നമ്മൾ 25,000 ജെന്യുവൻലി സേവ് ചെയ്ത് അപ്പോൾ ഈ ഒരു പർപ്പസിലേക്ക് വേണ്ടി മാറ്റി വെച്ച് നമ്മൾ കൊണ്ടുവരുന്ന ഒരു അക്യുമുലേറ്റ് ചെയ്ത് വരുന്ന സേവിങ്സ് ഉണ്ടല്ലോ, അതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അത് അല്ലാണ്ട് ആൾട്ടർനേറ്റീവ് ഓപ്ഷൻസും ഉണ്ട്. ഇപ്പോൾ നമുക്കൊരു ജെന്യുവൻ സേവിങ്സ് ഒന്നുമില്ല, അപ്പോൾ നമുക്ക് നാട്ടിൽ നിന്ന് പേരൻസ് ഗിഫ്റ്റ് തരുവാണ്, അല്ലെങ്കിൽ സിബ്ലിങ്സ് ഗിഫ്റ്റ് തരുവാണ്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഈ ഒരു ഗിഫ്റ്റ് ലെറ്റർ മതി. ഇമ്മീഡിയറ്റ് ഫാമിലി മെമ്പർ എല്ലാ ബാങ്കുകൾക്കും അല്ല, ഇത് ഈ പറഞ്ഞ ഓപ്ഷൻസ് ഒരു 70% ബാങ്കുകളും ഈ ജെന്യുവൻ സേവിങ്സ് ഫോളോ ചെയ്യുന്നവരാണ്. അപ്പോൾ അല്ലാതെ ആൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് ആയിട്ടാണ് ഗിഫ്റ്റ് ലെറ്റർ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ജെന്യുവൻ സേവിങ്സിന് പകരമായിട്ട് റെൻ്റൽ ഹിസ്റ്ററി, അതായത് ഇപ്പോൾ ഓസ്ട്രേലിയ നമ്മൾ വന്നിട്ട് ഇപ്പോൾ 6 മാസമായി കഴിഞ്ഞപ്പോൾ നമ്മൾ ത്രൂ റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റ് നമ്മളൊരു പ്രോപ്പർട്ടി എടുത്ത് അപ്പം നമ്മൾ വീട് വാങ്ങിക്കുന്ന സമയമാകുമ്പോഴത്തേക്കും ഏജൻറ്റിൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്താൽ അവരൊരു ലെഡ്ജർ തരും. റെൻ്റൽ ലെഡ്ജർ എന്നതിന് പറയുന്നത്. ആ റെൻ്റൽ ലെഡ്ജർ അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ റെൻ്റൽ പേയ്മെൻറ്റ് ആക്യുറേറ്റ് അരിയേഴ്സ് ഒന്നും ഇല്ലാത്ത റെൻ്റൽ പേയ്മെൻറ്റ് പ്രോപ്പറായിട്ട് പോകുന്നുണ്ടെങ്കിൽ
അത് നമ്മുടെ ഇപ്പം നമ്മളത് മോർഗേജ് എടുത്ത് കഴിയുമ്പോഴത്തേക്കും ഈ റെൻ്റൽ മാറി മോർഗേജിലേക്കല്ലേ പോകുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് അത് ഫോളോ ചെയ്യുന്നുള്ളതിൻ്റെ ഒരു എവിഡൻസ് ആണ്, ഒരു എന്താ പറയുക, നമ്മുടെ ഒരു ഹാബിറ്റ്. ഹ്യൂജ് ആയിട്ടുള്ള റെൻ്റാണ് ഇപ്പോൾ വരുന്നത്. ഒരു സിംഗിൾ പേരൻസ് ആയിരിക്കും ചിലപ്പോൾ ഇവിടെ ഏൺ ചെയ്യുന്നത്, ചിലപ്പോൾ രണ്ടുപേരും ഏൺ ചെയ്യുന്നത് കാണും, പിള്ളേർ കാണും. ഒരു $10,000-25,000 തുടക്കത്തിൽ ആൾക്കാരെ സംബന്ധിച്ച് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല, വളരെ ഹാർഡാണ്. ഈ $10,000-25,000 ഇല്ലെങ്കിൽ നമുക്കൊരു വീട് മേടിക്കാനും സാധിക്കില്ല. കാരണം ഗവൺമെൻറ്റിൻ്റെ ബാക്കിയുള്ള ബെനിഫിറ്റ്സ് എല്ലാം കൂടെ നമ്മൾ കൂട്ടിയതിന് ശേഷമായിട്ട്. പക്ഷേ ഇപ്പോഴത്തെ പുതിയ ബഡ്ജറ്റ് വന്നിട്ടുണ്ടല്ലോ, 2026 ബഡ്ജറ്റ് വന്നതിന് ശേഷം നമ്മൾ ഒരുപാട് ബെനിഫിറ്റുകൾ ഫസ്റ്റ് ഹോം ബയേഴ്സിന് ഇവിടെ അവൈലബിൾ ആണ്. അത് എന്തൊക്കെ ബെനിഫിറ്റുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്? എങ്ങനെയുള്ള വീടുകളാണ് നമ്മൾ മേടിക്കുകയാണോ ന്യൂ ബിൽഡ് ചെയ്യുകയാണോ ചെയ്യേണ്ടത്? രണ്ടിനും ബെനിഫിറ്റ് ഉണ്ട്. ഇപ്പോഴത്തെ പ്രോപ്പർട്ടി മാർക്കറ്റ് ഇപ്പം ഇൻവെസ്റ്റേഴ്സ് ഒരു പുതിയ ഇത് വന്നപ്പോൾ എന്താ പറയുക, കുറച്ചൊന്ന് ബാക്ക് ഓഫ് ചെയ്യുന്ന വെച്ചാൽ, അപ്പോൾ അത് ശരിക്കും ഫസ്റ്റ് ഹോം ബയേഴ്സിന് ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അവർക്ക് മാർക്കറ്റിലേക്ക്. എന്ന് വെച്ചാൽ നമുക്ക് നേരത്തെ ഒരു പ്രോപ്പർട്ടി മാർക്കറ്റ് വന്നാൽ പലയിടത്തും ഒരാഴ്ച കൊണ്ടല്ലേ വിറ്റ് പോകുക, അല്ലെങ്കിൽ ഈവൻ വരുന്ന അന്ന് തന്നെ അല്ല വിത്തിൻ 2 days സെയിലാവും. ഇപ്പോൾ മാർക്കറ്റിൽ പ്രോപ്പർട്ടി കൂടുതൽ പീരീഡിലേക്ക് അവൈലബിൾ ആണ്. അതായത് സപ്ലൈ ഉണ്ട്, സ്റ്റോക്ക് മാർക്കറ്റിലുണ്ട്. അപ്പോൾ നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാനുള്ളത്, ഇപ്പോൾ നേരത്തെ നമ്മളൊരു 500,000 പ്രോപ്പർട്ടി പോകുന്ന ചിലപ്പോൾ 525, അപ്പോൾ ആ ഡിമാൻഡ് കൊണ്ട് കൂടിയ വിലക്കായിരിക്കും കൊണ്ടിരുന്നത്. ഇപ്പോൾ ആ സിമിലർ പ്രോപ്പർട്ടി ആളുകൾക്ക് പോയി നെഗോഷിയേറ്റ് ചെയ്യാനും ബെറ്റർ പ്രൈസിന്. അപ്പോൾ നമുക്കിപ്പോൾ ഈ പ്രൈസ് ആണെങ്കിലും നമുക്കറിയത്തില്ല. ഇപ്പം ഇപ്പോൾ ഒരു പ്രോപ്പർട്ടി $5 ലക്ഷം ഇട്ടു, ഏജൻറ്റ് ഇട്ടേക്കുന്ന പ്രോപ്പർട്ടി, അത് $5 ലക്ഷം വാല്യൂ. ഇപ്പം നമ്മുടെ അടുത്ത് ക്ലയൻസ് ചോദിക്കാറുണ്ട്, ഇത് ഇത്രയും വർത്താണ് ഈ പ്രോപ്പർട്ടി. അപ്പം നമുക്കിത് ഈ കോർലോജിക് അതുപോലെ കോട്ടാലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് മാർക്കറ്റിലെ പ്രോപ്പർട്ടി ഡാറ്റ കളക്ട് ചെയ്യുന്നത് അവരാണ് ബാങ്കുകൾക്കൊക്കെ സപ്ലൈ ചെയ്യുന്നത്. ഈ ഡാറ്റ നമ്മൾ ക്ലയൻസിന് എടുത്ത് കൊടുക്കും. അതായത് ഈ പ്രോപ്പർട്ടിയുടെ വാല്യൂ, ലാസ്റ്റ് ടൈം ഈ പ്രോപ്പർട്ടി എന്ത് വിലയ്ക്ക് വിറ്റത്, അതിൻ്റെ ഒരു ഹിസ്റ്ററിയാണ്. ഒരു 10 വർഷമായ പ്രോപ്പർട്ടിയാണ്, ലാൻഡ് വാങ്ങിച്ചപ്പോൾ മുതൽ ഇപ്പോൾ വരെയുള്ള ഒരു ഡാറ്റ ഒരു 90% പ്രോപ്പർട്ടീസിനെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഈ ഡാറ്റ കൊടുക്കുമ്പോഴത്തേക്ക് അത് വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റും ഈ പ്രോപ്പർട്ടി എത്ര വർത്താണ്. പിന്നെ അതുപോലെ ഓവർ പ്രൈസ്ഡ് അല്ലാതെ മേടിക്കാനായിട്ട് നമ്മൾ അസിസ്റ്റ് ചെയ്യാറുണ്ട് ക്ലയൻസിനെ. അതായത് നിങ്ങൾ ഒരു പ്രോപ്പർട്ടി ഇപ്പോൾ ഒരു വ്യക്തി പോയി കണ്ടു, അല്ലെങ്കിൽ ഒരു ഫാമിലി പോയി കണ്ടു, അവർക്ക് ഇഷ്ടപ്പെട്ടു, മിക്കവാറും അവർ താമസിക്കുന്ന അല്ലെങ്കിൽ അവർ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിലായിരിക്കും മിക്കവാറും ആൾക്കാർക്ക് ഫസ്റ്റ് ഹോം അവർ താമസിക്കുന്ന വീട് മേടിക്കാനായിട്ടുള്ള താല്പര്യമുള്ളത്. മലയാളികൾ ഇപ്പം പുതിയ ആൾക്കാർ വന്നതാണെങ്കിൽ അവർക്ക് ഒരുപാട് നോളജ് ഒന്നും കാണില്ല, എന്തുമാത്രം പൈസ നമുക്ക് ഓസ്ട്രേലിയയിൽ സ്പെൻഡ് ചെയ്താലാണ് ഒരു വീട് മേടിക്കാൻ സാധിക്കുന്നത്. അപ്പം ടിജോയോട് അങ്ങനെയുള്ളൊരു വീട് കണ്ടുപിടിച്ചിട്ട് ഒരു മലയാളി ഫാമിലി വിളിക്കുകയാണ്, ടിജോ എനിക്ക് ഈ വീട് എൻ്റെ കറക്റ്റ് പ്രൈസാണ് ഇപ്പോൾ ഉള്ളത്, അതോ അവർ കൂടുതൽ ചോദിക്കുന്നുണ്ടോ, ഞാൻ അണ്ടർ കോട്ടാണ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളും മറ്റുമൊക്കെ ടിജോ സഹായിക്കുമെന്ന് പറയുന്നത് അല്ലേ? അതെ, അത് ഞങ്ങളുടെ വെബ്സൈറ്റിൽ തന്നെ, ഇപ്പോൾ പ്രൈം ലാൻഡ് ഓസ്ട്രേലിയ എന്ന വെബ്സൈറ്റിൽ തന്നെ നമ്മളൊരു പ്രോപ്പർട്ടി റിപ്പോർട്ട് എനേബിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലയൻസിന് ഇപ്പം ഡയറക്റ്റ്ലി വേണം അത് എടുക്കാം, ഇല്ലെങ്കിൽ പലരും ഇപ്പം മെയിലിൽ നമുക്ക് പ്രോപ്പർട്ടി അഡ്രസ്സ് അല്ലെങ്കിൽ വാട്സാപ്പിൽ അയച്ചു തരും. അപ്പോൾ അതിൻ്റെ ഒരു ചിലപ്പോൾ 6 to 8 പേജുള്ള റിപ്പോർട്ടായിരിക്കും നമ്മൾ തിരിച്ച് അയച്ചു കൊടുക്കുന്നത്. മാർക്കറ്റ് അപ്പ് ആൻഡ് ഡൗൺ അതെ, ആൾക്കാർക്കൊരു ഭയങ്കര ഡൗട്ടാണ്, ഇപ്പം മേടിക്കേണ്ട സമയമാണോ, അതിപ്പോൾ മേടിച്ചില്ലെങ്കിൽ പ്രൈസിന് കയറും ഒരു 3 മാസം കഴിയുമ്പം, അതോ ഇനിയും പ്രൈസ് താഴോട്ട് പോകുമോ? ചിലരൊക്കെ പ്രിഡിക്റ്റ് ചെയ്യുന്ന 10 to 20% വരെ ഡ്രോപ്പ് ചെയ്യാമെന്നാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു 5% ഇട്ട് മേടിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം 15% പിന്നെയും ഡ്രോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ടോട്ടൽ 25% ഡ്രോപ്പ് ചെയ്യണം. അത് വലിയൊരു ബേഡനായി തീരും. അപ്പം റൈറ്റ് ടൈമാണ് ഇപ്പോൾ ഒരു പ്രോപ്പർട്ടി മേടിക്കുന്നത്. റൈറ്റ് ടൈം ആണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു സമയവും മോശമെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം അത് ഓരോ സമയത്ത്, ഇപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രോപ്പർട്ടി ഇപ്പോൾ മാർക്കറ്റിലുണ്ട്, അപ്പം ഞാനത് ചിലപ്പം ചിലരിപ്പോൾ 2-3 വർഷം ഒരു പ്രോപ്പർട്ടി നമുക്ക് നടക്കാറുണ്ട്. അപ്പം അതെനിക്ക് റീസണബിൾ ആൻഡ് അഫോർഡബിൾ പ്രൈസിൽ കിട്ടുവാണെങ്കിൽ റൈറ്റ് ടൈം എന്ന് പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ നാളെ എന്തോരം കുറയും നമുക്ക് പറയും. ഇപ്പോൾ അടുത്ത ഒരു ഗവൺമെൻറ് എന്തെങ്കിലും ചേഞ്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഒരിക്കലും ഇവിടുത്തെ ഗവൺമെൻറ് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു പ്രോപ്പർട്ടി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സ്റ്റാമ്പ് ഡ്യൂട്ടി അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒത്തിരി റവന്യൂ കിട്ടുന്നതാണ്. അത് ഒത്തിരി നാളിങ്ങനെ താഴെ പോകാൻ സമ്മതിക്കില്ല. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് ഈ വിക്ടോറിയ അല്ലെങ്കിൽ NSW കൂടുതൽ ഇപ്പോൾ ഒരു പ്രൈസ് ഒന്ന് സ്റ്റെബിലൈസ് ചെയ്തേക്കുന്നത്. ബാക്കി സ്റ്റേറ്റുകളിലൊക്കെ ഇപ്പോഴും സ്ട്രോങ് ഡിമാൻഡ് ഉണ്ട് മാർക്കറ്റ്. നമ്മളിപ്പോൾ ഒരു പ്രോപ്പർട്ടി മേടിക്കുന്ന ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിലേക്കാണ്, ഒരു ഫാമിലി ലെഗസി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പ്രോപ്പർട്ടി മേടിക്കുന്നത്. നമ്മൾ ഫ്ലിപ്പർ അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ മേടിക്കുക. നമുക്ക് വെൽത്ത് ക്രിയേഷനേക്കാളും നമുക്ക് ഓൺ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്മൾ താമസിക്കാൻ മേടിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഇഷ്ടപ്പെട്ട പ്രോപ്പർട്ടി, ഇഷ്ടപ്പെട്ട ലൊക്കേഷൻ, നമ്മുടെ ബഡ്ജറ്റിലൊക്കെങ്കിൽ തീർച്ചയായിട്ടും മേടിക്കാം. ഇനിയിപ്പോൾ നമുക്കൊരു ഇന്നൊരു പ്രോപ്പർട്ടി ഇഷ്ടപ്പെട്ടു, ആ പ്രൈസിന്റെ പേരിൽ നമ്മൾ അടുത്ത വർഷം 2 വർഷം കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ ഈ സിമിലർ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ നമ്മുടെ റിക്വയർമെന്റ്, നമ്മുടെ ബോക്സ് എല്ലാം ടിക്ക് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി നമുക്ക് കിട്ടണമെന്ന് നിർബന്ധമില്ല. നമുക്ക് പറയാനും പറ്റില്ല പ്രൈസ് താഴോട്ടാണോ മുകളിലോട്ടാണോ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല, പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഒരു പ്രോപ്പർട്ടി കണ്ടു, ഇഷ്ടപ്പെട്ടു, അത് നമ്മൾ കണ്ടീഷണൽ
എന്ന് പറയാറുണ്ടത്തില്ല, അൺകണ്ടീഷണൽ പറയാറുണ്ട്. എപ്പോഴാണ് നമ്മളൊരു സോളിസിറ്ററെ അതിനകത്ത് ഇൻവോൾവ് ചെയ്യിപ്പിക്കേണ്ടത്? അതെ, നമ്മളൊരു പ്രോപ്പർട്ടി കണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട് ഓഫർ കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ കോൺട്രാക്ട് നമുക്ക് കോൺട്രാക്റ്റും സെക്ഷൻ 32 അയച്ചു തരാൻ പറഞ്ഞാൽ മെയിലിലേക്ക് റിയൽ എസ്റ്റേറ്റിൻ്റെ അയച്ചു തരും. അപ്പോൾ ഈ കോൺട്രാക്ട് ഫസ്റ്റ് തിങ് ഒരു സോളിസിറ്റർ അല്ല കൺവെയൻസർ ഇവർ ചെയ്യുന്ന അവരെ കൊണ്ട് റിവ്യൂ ചെയ്യിക്കുക. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസോ അല്ലെങ്കിൽ ചില സമയത്ത് ചില കണ്ടീഷൻസ് മാറ്റാൻ ഇവർ പറയും. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇവരുടെ നിന്ന് അഡ്വൈസ് വാങ്ങിക്കുക. എന്നിട്ട് അഡ്വൈസ് വാങ്ങിച്ചിട്ട് നമ്മൾ ഈ പറഞ്ഞ ചേഞ്ചസ് വന്നിട്ട് നമ്മൾ സൈൻ ചെയ്യാവുള്ളൂ. അപ്പം ഇവർ ചെയ്യുന്ന റോൾ എന്താണെന്ന് വെച്ചാൽ ഇവർ നമ്മുടെ കോൺട്രാക്ട് റിവ്യൂ ചെയ്യും. ഇപ്പോൾ വൺസ് നമ്മൾ കോൺട്രാക്ട് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏജന്റുമായിട്ടായിരിക്കുകയല്ല നമ്മുടെ പോയിന്റ് ഓഫ് കോൺടാക്ട്. നമ്മൾ അപ്പോയിന്റ് ചെയ്തേക്കുന്നത് നമ്മുടെ സോളിസിറ്ററും അതുപോലെ തന്നെ സെല്ലറുടെ സോളിസിറ്ററുണ്ട്. ആ അവർ തമ്മിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നമുക്ക് എന്തെങ്കിലും പറയുകയാണെങ്കിൽ ത്രൂ നമ്മുടെ സോളിസിറ്ററാണ് നമ്മൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അണ്ടിൽ സെറ്റിൽമെന്റ് വരെ ഇവർ നമുക്ക് അസിസ്റ്റ് ചെയ്യും. സെറ്റിൽമെന്റ് വരെ കംപ്ലീറ്റ് ചെയ്ത് കഴിയുന്ന അതാണ് അവരുടെ ഒരു ഹോൾ പ്രോസസ് എന്ന് പറഞ്ഞാൽ. അതായത് ഇതിന്റെ ടൈറ്റിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ചില സമയത്ത് ഇപ്പോൾ ടൈറ്റിലിന്റെ അത് കാവിയേറ്റ് എന്ന് പറയും. കാവിയേറ്റ് എന്ന് പറഞ്ഞാൽ കാവിയേറ്റ് അല്ല കവനന്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അവരെ കണ്ടുപിടിക്കും. ഇപ്പോൾ ഒരു ലേമാൻ അത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്താ അതിന്റെ ടേംസ് ഒന്നും മനസ്സിലാകത്തില്ല. ഇപ്പോൾ ഈ കണ്ടീഷണൽ അൺകണ്ടീഷണൽ എന്ന് പറഞ്ഞില്ലേ, നമുക്കൊരു എപ്പോഴും ബാങ്ക് തരുന്ന കണ്ടീഷണൽ അപ്രൂവലാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് പ്രോപ്പർട്ടി ഒന്നും വരുന്നില്ല. ഈ നമ്മൾ ഇപ്പോൾ ഇത്ര 800 പ്രോപ്പർട്ടി വാങ്ങിക്കുന്നു, അതിനുള്ളൊരു അപ്രൂവലാണ് നമ്മൾ എടുക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ പ്രോപ്പർട്ടി കണ്ടു കഴിഞ്ഞ് അതിൻ്റെ വാല്യുവേഷൻ ചെയ്തിട്ടാണ് ഈ കണ്ടീഷണൽ അൺകണ്ടീഷണൽ ആക്കുന്നത്. അൺകണ്ടീഷണൽ ആക്കുന്ന സമയത്ത് അതിന് മുമ്പ് ബാങ്ക് വാല്യുവേഷൻ ചെയ്യും. ഈ വാല്യുവേഷൻ ചെയ്യുമ്പോഴത്തേക്കും വാല്യുവേഷൻ പ്രൈസ് ഓർ ആക്ച്വൽ കോൺട്രാക്ട് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ്, അതാണ് യൂഷ്വലി ബാങ്ക് അക്സെപ്റ്റ് ചെയ്യുന്നത്. കോൺട്രാക്ട് സൈൻ ചെയ്യുന്നതിനൊപ്പം തന്നെ നമുക്ക് സബ്ജക്ട് ടു ഫിനാൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വെക്കാൻ പറ്റും. അത് ഈ കണ്ടീഷണൽ കോൺട്രാക്റ്റിനെ പറ്റത്തുള്ളൂ. അൺകണ്ടീഷണൽ സബ്ജക്ട് ടു ഫിനാൻസ് അക്സെപ്റ്റ് ചെയ്തില്ല അവർ. അപ്പം അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് സബ്ജക്ട് ടു ബിൽഡിംഗ് ഇൻസ്പെക്ഷൻ, പെസ്റ്റ് ഇൻസ്പെക്ഷൻ, ഇതെല്ലാം കണ്ടീഷൻ ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ബിൽഡിംഗ് പെസ്റ്റ്, ഇപ്പൊ നമുക്ക് ഈ വീട് അൺകണ്ടീഷണൽ ആകുന്ന ഒരു 14 days സമയം തരും ഇതെല്ലാം ചെയ്യാനായിട്ട്, ലോൺ അപ്രൂവ് ചെയ്യാനും ബിൽഡിംഗും പെസ്റ്റും ചെയ്യാനായിട്ട്. ഇതിനകം നമുക്ക് എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ട കോൺട്രാക്റ്റിന് പിന്മാറാം, ഇല്ലെങ്കിൽ അത് റെക്ടിഫൈ ചെയ്ത് തരണം എന്ന് പറയും. ഇപ്പൊ മേജർ സ്ട്രക്ചറൽ ഡാമേജ് ഒക്കെ ആണെങ്കിൽ ബിൽഡിംഗ് ഇൻസ്പെക്ടേഴ്സ് പറയും അത് അഡ്വൈസബിൾ അല്ല അതിൻ്റെ അകത്ത് പ്രൊസീഡ് ചെയ്യുന്നത്. അപ്പം നമുക്ക് പലപ്പോഴും കണ്ടിട്ടുള്ള ഇപ്പം ഒരു ഓപ്ഷന് പോയി ഇപ്പൊ ചിലപ്പോൾ പ്രീ അപ്രൂവൽ പോലും എടുക്കാതായിരിക്കും പോകുന്നത്. അപ്പം അത് കഴിഞ്ഞ് നമ്മളിത് ചെയ്യുന്ന കാര്യമില്ല. ഇപ്പം ഓപ്ഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും അൺകണ്ടീഷണൽ സെയിലാണ്. നമ്മളെല്ലാം നമുക്ക് ഓപ്ഷൻ്റെ അകത്ത് വേണമെങ്കിൽ നമുക്ക് പ്രയർ ടു ഓപ്ഷൻ നമുക്ക് വിത്ത് ദ കൺസെന്റ് ഓഫ് ഏജന്റ് നമുക്ക് ഈ പ്രോപ്പർട്ടി ഇൻസ്പെക്ട് ചെയ്യുകയോ അതുപോലെ തന്നെ ഇൻസ്പെക്ഷൻ റിപ്പോർട്ടും ടെസ്റ്റും എല്ലാം ചെയ്യിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എപ്പോഴും ഇത് ഓപ്ഷൻ സെയിലാണെങ്കിൽ ഓപ്ഷൻ മുമ്പ് ചെയ്യണം. നമ്മൾ ഓഫർ ഇടുന്നതാണെങ്കിൽ ഈ ഓഫർ ഇടുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ഈ ക്ലോസ് മെൻഷൻ ചെയ്ത് അത് ടിക്ക് ചെയ്തിട്ടേ ഉള്ളൂ ചെയ്യാവുള്ളൂ. പക്ഷേ ഇപ്പോൾ ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് ഹോം ബയേഴ്സ് പുതിയ വീട് തന്നെ മേടിക്കണം എന്നാണ് പറയുന്നത്. ഫസ്റ്റ് ഹോം ബയേഴ്സ് ഫസ്റ്റ് വീട് തന്നെ പണിതുണ്ടാക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ഒരുപാട് ബെനഫിറ്റുകൾ ഫസ്റ്റ് ഹോം ബയേഴ്സിനായിട്ട് ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്, ഒരുപാട് ഗ്രാൻറ്റുകൾ കൊടുക്കുന്നുണ്ട്. അപ്പം ഫസ്റ്റ് ഹോം ബയേഴ്സ് ഇഫ് ന്യൂ ബിൽഡ് പണിയിപ്പിക്കുകയോ ന്യൂ ബിൽഡ് ആയിട്ടുള്ള വീട് മേടിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഈ പുതിയ വീട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതായത് പ്രോപ്പർട്ടി നെവർ ഒക്യുപ്പൈഡ് എന്നുള്ളൂ. അല്ലാതെ ആ വീട് നമ്മൾ മേടിക്കുന്നതിന് മുമ്പ് പണിതുകൊണ്ട് കുഴപ്പമില്ല. ഫസ്റ്റ് പേര് നമ്മുടെ പേരിലായിരിക്കണം എഴുതി കയറിയിരിക്കുന്നത് അല്ലേ? അത്ര നമ്മളായിരിക്കണം അതിന്റെ ഫസ്റ്റ് പർച്ചേസ്, അതായത് ഫസ്റ്റ് ഓക്യുപ്പന്റ്. അതായത് അതിന് മുമ്പ് അത് വീട് റെന്റിന് കൊടുക്കാനോ അല്ലെ വേറൊരാൾ താമസിക്കാനോ പാടില്ല. കാരണം നമ്മുടെ ഒരുപാട് ആൾക്കാർക്ക് അങ്ങനെ ഡൗട്ട് കാണും. ഇപ്പോൾ പുതിയ വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെ ലാൻഡ് മേടിച്ച വീട് പണിയിപ്പിക്കണോ, അത് പണിത ഒരു വീട് നമുക്ക് മേടിക്കാനായിട്ട് സാധിക്കുമോ, അപ്പോൾ അത് എസ്റ്റാബ്ലിഷ്ഡ് ഹോം അല്ലേ, അങ്ങനെ ഒരു ഡൗട്ട് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഡൗട്ടിന്റെ ആവശ്യമില്ല. പണിത വീടാണെങ്കിലും നമ്മളായിരിക്കണം ഫസ്റ്റ് ഓക്യുപ്പന്റ്. അത് പണിതുകൊണ്ടിരിക്കുമ്പോഴും നമുക്ക് മേടിക്കാം. അത് മറ്റേ ഓഫ് ദ പ്ലാൻ പർച്ചേസ് എന്ന് പറയുന്നത്. അത് പണി പകുതി ആയിരിക്കുന്ന സമയത്ത് വേണേൽ മേടിക്കാം. അപ്പൊ അതിന്റെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ സ്റ്റാമ്പ് ഡ്യൂട്ടി നമ്മൾ അറ്റ് ദ ടൈം ഓഫ് കോൺട്രാക്ട് എത്ര പെർസെൻറ്റേജ് കംപ്ലീറ്റ് ആകുന്നു അതിലായിരിക്കും നമ്മൾ സ്റ്റാമ്പ് ഡ്യൂട്ടി പേ ചെയ്യുന്നത്. അതായത് നമ്മളിപ്പം വീട് പണിതിന് ശേഷം മേടിച്ചു കഴിഞ്ഞാൽ ആ ഫുൾ വാല്യൂ പ്രൊവൈഡ് ചെയ്യണം. ഹൗസ് ആൻഡ് ലാൻഡ് ആണെങ്കിൽ നമ്മൾ ലാൻഡിന് മാത്രമാണ് ഡ്യൂട്ടി കൊടുത്താൽ മതി അല്ലേ? അപ്പോൾ എന്തൊക്കെ ഗുണങ്ങളാണ് ഇപ്പം നമ്മളൊരു പുതിയ വീട് മേടിക്കുവാണെങ്കിൽ ഫസ്റ്റ് ഹോം ബയേഴ്സിന് വിക്ടോറിയയിൽ കിട്ടുന്നത്? മെയിൻ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഗ്രാൻഡ് കിട്ടും. ഇവിടെ $10,000 ആണ് ഗ്രാൻഡ്. ഫസ്റ്റ് ഹോം ബയേഴ്സ് ഫസ്റ്റ് ഹോം ബയർ ഗ്രാൻഡ്. അത് 750 താഴെയുള്ള കൺസെഷൻ ആയിരിക്കണം അതിൻ്റെ അകത്ത്. പിന്നെ ഇപ്പം പുതിയതായിട്ട് ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ മോർഗേജ് ടാക്സ് ഡിഡക്റ്റബിൾ സ്കീം എന്ന് പറഞ്ഞിട്ട്. അത് പ്രൊപ്പോസലായിട്ടിരിക്കുന്നു. അത് വന്നു കഴിഞ്ഞാൽ ഈ കൈൻഡ് ഓഫ് നെഗറ്റീവ് ഗിയറിംഗ് ആണ് അത് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഈ മോർഗേജ് അടയ്ക്കുന്ന എമൗണ്ട് ടാക്സിൽ ഓഫ്സെറ്റ് ചെയ്യുന്ന ഒരു സ്കീമാണ്. അത് ഇതിനു മുമ്പ് ഉണ്ടായിരുന്നതല്ല.
ഇതിനു മുമ്പില്ലായിരുന്നു. അത് ഫസ്റ്റ് ഹോം ബയേഴ്സിന് ഇതിനും ഉണ്ടായിരുന്നു. ഇൻവെസ്റ്റേഴ്സിന് ഉണ്ടായിരുന്ന നെഗറ്റീവ് ഹിയറിംഗ് ഇല്ല, അല്ലേ? സിമിലർ Similar തന്നെ. അത് പ്രൊപ്പോസൽ ആയിട്ടിരിക്കുന്ന ഇതാണ്. ആ. വന്നു കഴിഞ്ഞാൽ നല്ലതാണ്. ഫസ്റ്റ് ഹോം ബയേഴ്സിന് അതൊരു ബൂസ്റ്റ് ആവും. ഇത്ര അതിന് നാളായിട്ട് ടാക്സ് ഒരു ഇൻകം ഗ്യാപ്പ് ഉണ്ട്, അതിന് $250,000 ഫാമിലി ക്യാപ്പ് ഉണ്ട്. ക്യാപ്പ് ഉണ്ടല്ലേ? പക്ഷെ നമുക്ക് എത്ര പ്രൈസ്, എത്ര ബൈങ് $650,000 വരെയാണ് അതിൻ്റെ അകത്ത് നമുക്ക് ഈ ഇത് ചെയ്യാൻ ഓഫ്സെറ്റ് ചെയ്യാൻ പറ്റുന്നത്, പറ്റുന്ന എമൗണ്ട്. നമുക്ക് സാലറി ആയിട്ടല്ലേ? അതെ, സാലറി അല്ല, പ്രോപ്പർട്ടിയുടെ ലോണില്ലേ, മോർഗേജിന്റെ ഈ $650,000 വരെ. അപ്പം പ്രോപ്പർട്ടി വില എത്ര വേണേലും ആകാം. അതെ, അതിന് ക്യാപ്പില്ല. അതിന് ക്യാപ്പില്ല. ഈ ഇതാണ് നമുക്ക് ഓഫ്സെറ്റ് ചെയ്യാവുന്ന എമൗണ്ട്, ലോൺ എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്. ഇപ്പോൾ ഈ ഫസ്റ്റ് ഹോം മേടിച്ചതിന് ശേഷം അത് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ആക്കി മാറ്റാൻ പറ്റുമോ ഫ്യൂച്ചറിലേക്ക്? ആ, ഫ്യൂച്ചറിലേക്ക് തീർച്ചയായിട്ടും പറ്റും. നമ്മൾ ബിൽഡ് ചെയ്യുന്ന വീടല്ലേ, അത് അതിന്റെ നമുക്ക് കിട്ടേണ്ട ബെനിഫിറ്റ്സ് എല്ലാം നെഗറ്റീവ് ഹിയറിംഗും ക്യാപിറ്റൽ ഗെയിൻ ടാക്സും എല്ലാം എക്സെപ്ഷനാണ്. ഇത് കിട്ടണ്ട. കാരണം നമ്മൾ മലയാളികൾ ഓസ്ട്രേലിയയിലേക്ക് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നല്ലൊരു ഫ്യൂച്ചറിന് വേണ്ടിയാണ്. ഇവിടെ വന്നതിന് ശേഷം നമ്മൾ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് വന്നിരിക്കുന്നത്. നാട്ടിലും നമുക്ക് വലിയ കുഴപ്പമില്ലാതൊക്കെ ജീവിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഗവൺമെൻറ് പോളിസികൾ പലതും ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ബെനഫിഷ്യലായിട്ട് എടുക്കാൻ പറ്റുന്നത്, നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ ഇതെങ്ങനെയാണ് ഒരു ഉപകാരപ്രദമായിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നത്. അതേപോലെ തന്നെ കൺട്രിക്കും നമ്മുടെ നെക്സ്റ്റ് ജനറേഷനും നമ്മൾ ഓൾഡാകുമ്പോൾ താമസിക്കുന്ന സ്ഥലമാണ്. അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഓസ്ട്രേലിയ സിസ്റ്റം അനുസരിച്ച് നമ്മൾ 70 വയസ്സ് വരെ ജോലി ചെയ്താലും എന്നാലും നമ്മുടെ കടം വീടില്ല. അപ്പോൾ നമുക്ക് അത്ര നാളും ജോലി ചെയ്യാനാണെങ്കിൽ നാട്ടിലാണെങ്കിൽ 58 വയസ്സാകുമ്പോൾ റിട്ടയർ ചെയ്യാറുണ്ട്. ഇവിടെ 70 വയസ്സ് വരെ ജോലി ചെയ്യണം. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ വെൽത്ത് ക്രിയേഷൻ, ഒരു പാസീവ് ഇൻകം നമ്മൾക്ക് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ആ പാസീവ് ഇൻകം നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തുടക്കം മുതൽ തന്നെ വളരെ ക്ലിയർ ആയിട്ട് തുടങ്ങണം, അല്ലേ? നമ്മൾ മാർക്കറ്റിൽ ഇറങ്ങാണ്ട് നമുക്ക് അത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. ഏത് സ്റ്റേജിൽ ഇപ്പോൾ ഈവൻ ഫസ്റ്റ് ഹോം ബയർ ആയിട്ട് ഇപ്പം എല്ലാവരും ഇപ്പം നമുക്ക് മൾട്ടിപ്പിൾ പ്രോപ്പർട്ടി എല്ലാവരും ഉള്ള ഒരു ഇനിഷ്യലി നമ്മൾ ആ ജേർണി സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ഹോം ബയർ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്ത്. അതിൻ്റെ അകത്ത് നിന്ന് ക്രിയേറ്റ് ചെയ്ത് വെൽത്ത് അല്ലെങ്കിൽ ഇക്വിറ്റി വെച്ചിട്ടാണ് നമ്മൾ മൾട്ടിപ്പിൾ പ്രോപ്പർട്ടി വാങ്ങിക്കുകയും ആ ഒരു എന്താ പറയുക പലരും സക്സസ്ഫുൾ ആയിട്ട് അല്ല 3 to 5 years കൊണ്ട് പ്രൈമറി പ്രോപ്പർട്ടി പേ ഓഫ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ടാണ്. അല്ലാതെ നമ്മൾ ഏൺ ചെയ്യുന്നത് കൊണ്ട് മാത്രമല്ല, ഈ ക്രിയേറ്റ് ചെയ്യുന്ന വെൽത്ത് നമ്മൾ തിരിച്ച് ഇതിലേക്ക് വരുമ്പോഴത്തേക്കാണ്. അതെ, ഇപ്പോൾ ഈ ഫസ്റ്റ് ഹോം ബയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ന്യൂ ബിൽറ്റ് ആണെങ്കിൽ ഒരുപാട് പൈസ സേവ് ചെയ്യുന്നുണ്ട്. ഒന്ന്, ഫസ്റ്റ് ഹോം ബയേഴ്സ് ഗ്രാൻഡ് ഉണ്ട്, സ്റ്റാമ്പ് ഡ്യൂട്ടി ഫ്രീ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫ്യൂച്ചറിലേക്ക് നെഗറ്റീവ് ഗിയറിങ്ങും ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ഗുണമുണ്ട്. അതേപോലെ ക്യാപിറ്റൽ ഗെയിൻ ടാക്സിൽ റിഡക്ഷൻ കിട്ടുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞ എന്താണ് സോർട്ട് ഓഫ് നെഗറ്റീവ് ഗിയറിങ്ങും അല്ലേ പ്രപ്പോസലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഗുണങ്ങൾ. ഒരു ഇതുള്ളതെന്ന് വെച്ചാൽ ഈ നമുക്ക് ഈ പ്രത്യേകിച്ച് സേവിങ്സ് ഉണ്ടാക്കാൻ സ്ട്രഗിൾ ചെയ്യുന്നവർക്കുള്ള നല്ല സ്കീമാണ് FHSS എന്ന് പറയും, ഫസ്റ്റ് ഹോം സൂപ്പർ സേവർ എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ ഹസ്ബൻഡിനും വൈഫിനും ആനുവലി $15,000. ഇപ്പം നമുക്കിപ്പോൾ അടുത്ത 2 വർഷം കഴിഞ്ഞ് വീട് മേടിച്ചാൽ മതി. അപ്പോൾ അത് പ്രത്യേകിച്ച് ഒരു വലിയ എഫേർട്ട് എടുക്കാണ്ട് സേവ് ചെയ്യാവുന്നൊരു മെത്തേഡാണ് ഫസ്റ്റ് ഹോം സൂപ്പർ സേവർ. അത് നമ്മുടെ സൂപ്പർ ആനുവേഷനിൽ കൂടെ, സൂപ്പർ ആനുവേഷനിൽ മാൻഡേറ്ററി കോൺട്രിബ്യൂഷൻ ഉണ്ട്, അതല്ലാണ്ട് വോളണ്ടറി കോൺട്രിബ്യൂഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ സ്കീമിലേക്ക് ഫസ്റ്റ് ഹോം സൂപ്പർ സേവർ എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് അതിൻ്റെ അകത്ത് ഓപ്പൺ ചെയ്തിട്ട് $15,000 വരെ ഒരു വർഷം നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ 2 പേർ കൂടെ $30,000 വരും. അപ്പം മാക്സിമം അതിന് ക്യാപ്പ് ഉണ്ട്, $50,000 ഉള്ളൂ പെർ ആപ്ലിക്കന്റിന് പറ്റത്തുള്ളൂ. അപ്പം ഈ എമൗണ്ട് നമുക്ക് ഇത് വീട് വാങ്ങിക്കുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്ക് വിഡ്രോ ചെയ്തെടുത്തിട്ട് ഡിപ്പോസിറ്റ് ആയിട്ട് ഇടാൻ പറ്റും. അപ്പം അങ്ങനെ നമുക്ക് ടാക്സ് ആയിട്ട് സേവ് ചെയ്യാൻ പറ്റും. അന്ന് നല്ല വലിയ സേവിങ്സ് അല്ലേ? തീർച്ചയായിട്ടും $50,000 ടാക്സ് ചെയ്യുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഒരു $13,000 എങ്കിലും സേവിങ്സ് ഇൻകം ക്യാപ്പ് അനുസരിച്ച് അത് തന്നെ അത്രയും തന്നെ സേവിങ്സ് വരുന്നുണ്ട്. അപ്പം 2026 ബഡ്ജറ്റ് തീർച്ചയായിട്ടും ഫസ്റ്റ് ഹോം ബയേഴ്സിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഗവൺമെൻറ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് റൈറ്റ് ടൈം ആണോ എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ക്വസ്റ്റ്യൻ. നമുക്കിഷ്ടപ്പെട്ട വീട്, നമുക്കിഷ്ടപ്പെട്ട ലൊക്കേഷനിലാണ്, നമ്മുടെ ജോലിയോടടുത്ത്, പിള്ളേർക്ക് സ്കൂളിൽ പോകാനുള്ള വീട് അടുത്തൊക്കെ ആയിട്ട് നമുക്കൊരു പുതിയ വീട് പണിയാൻ പറ്റുവാണെങ്കിൽ വളരെ നല്ലതാണ്. $1000s നമ്മൾ സേവ് ചെയ്യുന്നത്. നമ്മുടെ ഫ്യൂച്ചറിലേക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഓസ്ട്രേലിയ വന്നിരിക്കുന്നത് നല്ലൊരു ഫാമിലി ലെഗസി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെയായിട്ടാണ്. അതല്ല നമ്മൾ ഒരുപാട് ആൾക്കാർ പല പല കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ വഴിതെറ്റിക്കാൻ നോക്കും. അതൊന്നും സത്യമല്ല. സത്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരിക്കൽ പ്രായം വരും, നമുക്കൊരിക്കൽ അസുഖങ്ങൾ വരും, നമുക്ക് പണിയാൻ മേലാത്ത അവസ്ഥ വരും. ആ സമയത്തൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറുതായിട്ട് നമ്മൾ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. അതും വീട് മേടിക്കുന്നതും അങ്ങനത്തെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയായിട്ട് നമുക്ക് കണക്കാക്കാം. അതുകൊണ്ട് ബുദ്ധിപൂർവ്വം ഇതേക്കുറിച്ച് കുറേ കൂടെ പഠിച്ചതിന് ശേഷം വേണം നിങ്ങൾ മേടിക്കാനായിട്ട്. നിങ്ങൾക്ക് എന്ത് കാര്യങ്ങൾക്ക് വേണ്ടി, അതായത് നിങ്ങൾക്ക് ഒരു വീട് മേടിക്കണം എന്ന് തോന്നുന്നതിന് മുമ്പ് തന്നെ
ഓസ്ട്രേലിയയിലേക്ക് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ടിജോയെ വിളിക്കാം, അതിന് ചോദിക്കാം എങ്ങനെയാണ് ഇവിടുത്തെ വീടുകൾ മേടിക്കേണ്ടത്, ഇവിടുത്തെ സിറ്റുവേഷൻസ്, ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതേപോലെ എങ്ങനെയാണ് പൈസ സേവ് ചെയ്യേണ്ടത് ഓസ്ട്രേലിയ വന്നതിന് ശേഷം, അതെല്ലാം നമുക്ക് ഓസ്ട്രേലിയ വന്നതിന് ശേഷം സേവ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നമുക്ക് നാട്ടിൽ നിന്ന് എങ്ങനെ പൈസ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഡൗട്ടുകളാണ് പുതിയ ആൾക്കാർ ഓസ്ട്രേലിയയിലേക്ക് വരുമ്പോൾ. കാരണം പുതിയ കൺട്രിയാണ്, പുതിയ സിസ്റ്റംസാണ്, ഇവിടെ റോൾസും മിറ്റുമൊക്കെ നോക്കി നിൽക്കുന്ന സമയം കൊണ്ട് മാറും. അപ്പോൾ തീർച്ചയായിട്ടും ടിജോയെ നിങ്ങൾക്ക് വിളിക്കാം. ടിജോ ഇതേക്കുറിച്ച് വേണ്ട എല്ലാ കാര്യങ്ങളും പറയുന്നതാണ്. ടിജോയുടെ ഫോൺ നമ്പറും കാര്യങ്ങളെല്ലാം നമുക്ക് കൊടുക്കും. ടിജോ അത് നല്ലത്. വരുന്നതിന് മുമ്പേ ഇൻഫർമേഷൻ എടുത്ത് അതിന് വേണ്ട പ്രിപ്പറേഷൻ ചെയ്തിട്ട് ഇവിടെ വരിക. ഇമ്മീഡിയറ്റ്ലി വിത്തിൻ 1 or 2 months വീട് വാങ്ങിക്കുന്നവർ വരെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഹിസ്റ്ററി ഇല്ലെങ്കിലും ഇപ്പോഴത്തെ പുതിയ രീതി അനുസരിച്ച് പല ബാങ്കുകളും നമുക്ക് വീട് മേടിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസവും ഓസ്ട്രേലിയയിലെ ഒരു അടിപൊളി വീട് മേടിച്ച് നല്ല സന്തോഷത്തോടെ ഒരു പുതിയ വീടെന്ന് വെച്ചാൽ ഉണ്ടല്ലോ അടിപൊളിയാണ്. വീട്ടിലോട്ട് കയറി കഴിഞ്ഞാൽ എന്ത് എനർജിയാണെന്ന് അറിയാം ഇല്ലേ? നമ്മുടെ മനസ്സൊക്കെ തുറക്കും. നമ്മുടെയൊക്കെ ഒരു 10 ഗുണം മുന്നിലേക്ക് പോയി നമ്മൾ എന്താ പറയുക നമ്മുടെ ജീവിതം സന്തോഷപ്രദമാക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ പിള്ളേർക്കും പേരൻസിനും ഒക്കെ ആയിട്ട് ഒരു അടിപൊളിയായിട്ട് വൈകുന്നേരം നല്ല ചൂടൻ ചായയോ ചെറിയ സ്മോളൊക്കെ അടിച്ചിരിക്കുന്നുണ്ടല്ലോ, അടിപൊളിയാണ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.